ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്മാർട്ട് ഇൻവെസ്റ്റർ. നമ്മൾ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയാറുണ്ട്, ഗോൾഡ് സത്യമാണ്, സ്വർണം സത്യമാണ്, സത്യം സ്വർണമാണ്. സാധാരണ നമ്മൾ ഗോൾഡ് അഥവാ യെല്ലോ മെറ്റൽ അല്ലെങ്കിൽ കിങ് ഓഫ് മെറ്റൽസ് നമ്മൾ സാധാരണ ഗോൾഡിനെ കുറിച്ച് പറയാറുണ്ട്. ഗോൾഡ് സാധാരണ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ജുവലറിക്കുള്ള റോ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ സാധാരണ ഗോൾഡിനെ യൂസ് ചെയ്യാറ്. ബട്ട് അടുത്ത കാലത്തായി ഇന്ത്യൻസിന്റെ കാഴ്ചപ്പാടിലൂടെ ഗോൾഡ് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ചിൽ നമ്മൾ ലാസ്റ്റ് 2 ഡെക്കേഡ്സിന്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഗോൾഡ് തന്നിരിക്കുന്ന CAGR ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 14.97%. അതായത് 15% അടുത്തുള്ള CAGR ഗ്രോത്ത് തരിക എന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയി എന്നാണ് അർത്ഥം. നമ്മൾ 2025 മാത്രം നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 46%. എന്തിനു ഞാൻ ഏറെ പറയുന്നു, ജെഫ്രീസിന്റെ ചീഫ്, അതായത് ഗ്ലോബൽ ചീഫ് ഓഫ് ഇക്വിറ്റീസ് പറയുന്നത്, ഇക്വിറ്റീസിന്റെ ആളാണ്, കമ്മോഡിറ്റീസിന്റെ ആളല്ല, ക്രിസ് വുഡ് പറയുന്നത് ഇവിടുന്നും ഗോൾഡ് 76% അപ്രീസിയേഷൻ തരാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നു സ്റ്റോർ ഓഫ് വാല്യൂ, എന്തായിരുന്നു ഹെഡ്ജ് ഒരു ഇൻഫ്ലേഷൻ അഗെയിൻസ്റ്റ് ഹെഡ്ജ് ആയിട്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ എന്താണ് ഗോൾഡ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിൽ എന്നുള്ളത് അറിയേണ്ടത് അനിവാര്യമാണ്. എൻ്റെ കൂടെ ഇന്ന് ചേരുന്നത് മുത്തൂറ്റ് സെക്യൂരിറ്റീസിന്റെ ബിനു ജോസഫാണ്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ മുത്തൂറ്റ് സെക്യൂരിറ്റീസ് അല്ലാതെ അല്ലെങ്കിൽ മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അവർ മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ഗോൾഡ് ലോൺ ലെൻഡിങ് ബിസിനസ് കമ്പനി, ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ NBFCയുടെ ഗ്രൂപ്പ് കമ്പനി ആണ് എന്നുള്ളത് ഇതിനകത്തൂടെ പറഞ്ഞു വെക്കുന്നു. പിന്നെ ബിനു ജോസഫ്, എനിക്ക് ബിനു ജോസഫിന് 25 തൊട്ട് 30 കൊല്ലം വരെ അറിയാം. എന്നെ പോലെ തന്നെ മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും അതുമാത്രമല്ല ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറേജ് കമ്പനിയിലെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ തന്നെ വാശി പിടിച്ചിട്ട് ഞാൻ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ബിനു ജോസ് ഇന്ന് നമ്മുടെ സ്മാർട്ട് ഇൻവെസ്റ്ററിന്റെ ഹോട്ട് സീറ്റിലേക്ക് വരുന്നത്. ബിനു ജോസ്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ്. ബിനു ജോസ്, നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഇന്ത്യ കൂടാതെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിനൊരു ജുവലറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഗോൾഡിന്റെ ഇതുവരെയുള്ള ഒരു ഗ്രോത്ത്, അതായത് ഇപ്പൊ ലാസ്റ്റ് 2 ഡെക്കേഡ്സിൽ ഇത്രയും റിട്ടേൺ തന്നു എന്ന് നമ്മൾ പറഞ്ഞു, ഈ കൊല്ലം മാത്രം ഇത്രയും കയറി എന്ന് പറഞ്ഞു. എന്താണ് അടുത്ത കാലത്ത് ഗോൾഡ് ഇത്രയും കയറാനുള്ള കാരണം? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഡോളറിൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയുന്നു, ഡോളർ മൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന താരിഫ് വാറുകൾ, ഈ താരിഫ് വാറുകൾ നമ്മുടെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിന് നെഗറ്റീവാണ്. ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവായി. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഫാർമ സെക്ടറിനും 100% താരിഫ് വാറ് ഏർപ്പെടുത്തി. ഒപ്പം തന്നെ അദ്ദേഹം നമ്മുടെ H1B വിസയ്ക്ക് $1,00,000 ഉയർത്തി അതിൻ്റെ ഫീ. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ നമ്മുടെ എക്കോണമിക്ക് ഇത് നെഗറ്റീവാണ്. അങ്ങനെ നോർമലി ഒരു എക്കോണമി നെഗറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴാണ് നിക്ഷേപകർ ഗോൾഡിലേക്ക് തിരിയുന്നത്. അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ മെയിൻ റിസർവ് എന്ന് പറയുന്നതും ഗോൾഡ് തന്നെയാണ്. തന്നെയുമല്ല, മിക്കവാറും പല രാജ്യങ്ങളും, ഇപ്പോൾ ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങളും ഗോൾഡ് റിസർവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഇനിയും ഗോൾഡ് വാങ്ങാൻ തയ്യാറെടുക്കാമെന്ന് നമുക്ക് കിട്ടിയ ന്യൂസ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും വീണ്ടും മാർക്കറ്റ് കയറും. അതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞ അമേരിക്കൻ താരിഫ് വാറ്, ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ റിസർവായിട്ട് ഡോളറിനെ മാറ്റി ഗോൾഡിനെ റിസർവ് ആക്കി വെക്കുന്നു. അതോടൊപ്പം തന്നെ നിക്ഷേപ താല്പര്യം കൂടുന്നു. അതാണ് മെയിനായിട്ട് അതിൻ്റെ കാര്യം. ബിനു, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് താങ്കളുടെ തന്നെ മുത്തൂറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. താങ്കളുടെ തന്നെ ഒരു ഗ്രൂപ്പ് കമ്പനി ആയിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഗോൾഡ് ലോൺ ഫിനാൻസ് NBFC ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് മുത്തൂറ്റ് ഫിനാൻസിന്റെ ഗോൾഡ് AUM എന്ന് പറയുന്നത് 1,20,000 കോടി മുതൽ 1.5 ലക്ഷം കോടി വരെയുള്ള അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ആണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 225 ടൺ. ദാറ്റ് ഈസ് മച്ച് മോർ ദാൻ ദ എൻറ്റയർ ഗോൾഡ് റിസർവ്സ് ഓഫ് കൺട്രി ലൈക്ക് ഫിലിപ്പീൻസ് ഓർ സിംഗപ്പൂർ. ആ രീതിയിൽ നിൽക്കുന്ന ഗോൾഡ് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുത്തൂറ്റ് ഫിനാൻസിൽ ഇരിക്കുന്ന AUM. ഗോൾഡിന്റെ ഇത്രയും ആയിട്ടുള്ളൊരു, നമ്മൾ പറയാനുള്ളൊരു സ്റ്റുപ്പൻഡസ് ഗ്രോത്ത് എന്ന് പറയാം. 46% ഒരു കൊല്ലം. ഒരു അസറ്റ് ക്ലാസ് അത്രയും ഗ്രോ ചെയ്യുന്നു. ശരിയാണ്, ബിനു പറഞ്ഞ പോലെ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. അപ്പോൾ സേഫ് മണി, ഒരു സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്ക് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ നടക്കുന്നു. ബിനുവിൻ്റെ എക്സ്പീരിയൻസിൽ ഏതാണ്ട് 25 തൊട്ട് 30 കൊല്ലം വരെ ഇക്വിറ്റി കമോഡിറ്റി മാർക്കറ്റ് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു വ്യക്തി, അതും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നുള്ള വ്യക്തിയും എക്സ്പീരിയൻസും വിസ്ഡവും വെച്ചിട്ട് ഇതൊരു ബബിൾ ടെറിട്ടറിയിലാണെന്ന് ബിനുവിന് വ്യക്തിപരമായി തോന്നുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയാം, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇക്വിറ്റി മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലേ?
ഒപ്പം തന്നെ അതിൻ്റെ തൊട്ട് പിന്നിൽ ഗോൾഡും ഉണ്ട്. ഏറ്റവും റിസ്കി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റാണ്. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി. കാരണം അതെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറയും, അമേരിക്കൻ പ്രസിഡന്റ് ചില നിലപാടുകളൊക്കെ തന്നെയാണ്. എക്കോണമി അക്രോസ് വേൾഡ്, അമേരിക്കയ്ക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ കരകയറ്റുക എന്നുള്ള ലക്ഷ്യത്താണ് US പ്രസിഡന്റ് ഈ നടപടികളെല്ലാം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ നിന്നും മിനിസ്റ്റേഴ്സൊക്കെ US പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം വരാം. അപ്പോൾ എന്തായാലും ഇതൊരു ബബിൾ എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതൊരു ആക്ച്വൽ മൂവ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. ഇനിയും ഗോൾഡ് മുന്നോട്ട് തന്നെയാണ് കുതിക്കാൻ സാധ്യത. കാരണം ഇവിടുന്ന് ഒപ്പം തന്നെ ഗോൾഡ് എന്ന് മാത്രമല്ല കേട്ടോ, സിൽവർ നമുക്കറിയാം ഇനി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സെക്ടർ, ഒരു പ്രൊഡക്റ്റ് സിൽവറാണ്. ഇപ്പം സിൽവർ 136, 137 രൂപയാണ് പെർ ഗ്രാം. നമ്മുടെ ഒരു കണക്കൂട്ടിൽ താമസിച്ചാണെങ്കിൽ ഒരു 400-500 ലെവലിലേക്ക് ആ സിൽവർ മാറാം. അപ്പോൾ അതൊന്നും ഒരു ബൗളായിട്ടില്ല, കാരണം അതെല്ലാം നാച്ചുറൽ വേയിൽ തന്നെ പോകുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഗോൾഡ് സാധാരണ കയറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കൺസ്യൂമർ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ആദ്യത്തെ 2-3 ആമുഖമായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു വെച്ചത്. നമ്മൾ ഇനി അതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഗോൾഡ് ഇത്രയും കയറുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഗോൾഡ് നമ്മളിലേക്ക് എത്തുന്നത്, ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്നുള്ള ഒരു കാറ്റഗറി ഞാൻ മാറ്റിവെച്ചാൽ ഒരു കമേഴ്സ്യൽ രീതിയിൽ ഗോൾഡ് ജുവലേഴ്സ് ആണ് നമ്മുടെ അടുത്തേക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡ് ജുവലേഴ്സിന് ഈ സമയം നല്ല രീതിയിൽ അതൊരു ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സാധാരണ ഗോൾഡ് ഒരുപാട് കയറാൻ നേരത്തെ ഇത്തിരി ബിസിനസ് ഡിം ആവാറാണ് പതിവ്. അതിൻ്റെ കൂടെ കോമ്പറ്റീഷനും കൂടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് വലിയ ബ്രാൻഡ് നെയിംസ് ഉണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കോമ്പറ്റീഷൻ കാരണം അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കീംസ് അവർ കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അധികം എല്ലായിടത്തും കാണുന്നത് പേപ്പർ അഡ്വർടൈസ്മെന്റ് നോക്കിയാലും ആർട്ടിക്കിൾസ് നോക്കിയാലും ഇന്റർവ്യൂ നോക്കിയാലും ഗോൾഡിന്റെ ഒരു അഡ്വാൻസ് പേ സ്കീം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് പേയ്മെന്റ് സ്കീം എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. എന്താണ് ആ സ്കീം? അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് അവർക്ക് നിശ്ചിത ടൈമിനുള്ളിൽ ഈ ഗോൾഡ് അവിടെ കിട്ടും. എന്ന് പറഞ്ഞാൽ 6 മാസം, ഇപ്പോഴത്തെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ എനിക്കൊന്ന് ഏതാണ്ട് 11,000 മുകളിലേക്കാണ് ഗ്രാമിന് വില വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനിയും ഇതിൻ്റെ വാല്യൂ കൂടാം. അപ്പം അങ്ങനെ ഒരു കണക്ക് കൂട്ടിക്കൊണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിലേക്ക് ഇവർ വരും. കാരണം കല്യാണം, ക്ഷമിക്കണം ബിനു, ഞാനൊരു കാര്യം ചോദിക്കും. അടുത്ത കൊല്ലമാണ് നമ്മുടെ വീട്ടിൽ ഒരു ഓസ്പീഷ്യസ് ആയിട്ടൊരു കാര്യം നടക്കുന്നത്. എന്നാൽ ഗോൾഡ് ഇങ്ങനെ കയറിക്കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു ആദി വരുന്നു, ഇനിയും കയറി പോവോ? അപ്പൊ അവിടെ വെച്ച് ലോക്ക് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശത്തിലാണോ? അത് തന്നെയാണ്. അതായത് ഇപ്പോൾ 11,000 ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 11,000 അവർ ലോക്ക് ചെയ്യുകയാണ്. അതിൻ്റെ അത് ബെനിഫിറ്റ് കിട്ടുന്നത് കൂടുതലും ഈ പറയുന്ന ക്ലയൻറ്റിനായിരിക്കും. കാരണം പലപ്പോഴും ഇതിൻ്റെ വില കയറിപ്പോയി കഴിഞ്ഞാൽ ഈ ലോക്ക് ചെയ്ത പ്രൈസിന് തന്നെ 11,000 ആണ്, 11,000, 12,000 ആണ്, 12,000 തന്നെ കസ്റ്റമർക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരുപക്ഷെ ഈ 11,000 നിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കയറി 15,000-ലേക്ക് 15,000-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം 4,000 രൂപയാണ്. പെർ ഗ്രാം 4,000 രൂപ. അപ്പം 10 ഗ്രാമായാൽ 40,000 രൂപ, 100 ഗ്രാമായാൽ 4 ലക്ഷം രൂപ, 1 കിലോ എന്നാൽ 40 ലക്ഷം രൂപയാണ് ഒരു ഗോൾഡ് ജ്വല്ലറിക്ക് നഷ്ടം വരാവുന്നത്. അങ്ങനെയുള്ള സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജ്വല്ലറിയെ സംബന്ധിച്ച് ആ നഷ്ടം നികത്താനായിട്ട് അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്ന സമയത്ത്, അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി വിൽക്കുകയാണ്. കാരണം ആ ബുക്കിംഗ് എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ഇവർ അവിടെ സെല്ല് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വില താഴേക്ക് വന്നാൽ ജ്വല്ലറിക്ക് അനുകൂലമാണ്. കാരണം പക്ഷേ അനുകൂലമാണെങ്കിലും ആ താഴത്തെ വിലയ്ക്ക് തന്നെ ആയിരിക്കണം കസ്റ്റമർക്ക് കൊടുക്കാൻ. അതാണ് നമ്മുടെ കേരളത്തിലെ ജ്വല്ലേഴ്സിൻ്റെ ഒരു നിയമം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇവർക്ക് സേഫായിട്ട് ഈ സംഭവം മുന്നോട്ട് പോകണമെങ്കിൽ ഈ അഡ്വാൻസ് ബുക്കിംഗ് 100 ഗ്രാം വന്നു, അല്ലെങ്കിൽ 50 ഗ്രാം വന്നു, അല്ലെങ്കിൽ 1 കിലോ വന്നു, 2 കിലോ വന്നു, എത്ര ഗ്രാമാണോ എത്ര കിലോയാണോ വരുന്നത്, ആ അഡ്വാൻസ് ബുക്കിംഗ് വരുന്ന സമയത്ത് തന്നെ ഇവർ ആ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന ക്വാണ്ടിറ്റി MCXൻ്റെ എക്സ്ചേഞ്ച് എന്നതിൻ്റെ ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഞങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത് അത്രയും ക്വാണ്ടിറ്റി ഇവർക്കൂടെ വെറും 8% മുതൽ മുടക്കിയാൽ വാങ്ങി വെക്കാം. എന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞാണ് ഇവർക്കത് ക്ലയൻറ്റിന് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതോടെ വിറ്റേക്കുക. അപ്പോൾ ഇവിടെ വരുന്ന നഷ്ടം ഇവിടെ ലാഭമായിരിക്കും. അപ്പോൾ അത് ഒരു പ്രൈസ് ലോക്കാണ്. അപ്പോൾ ആ പ്രൈസ് ലോക്കിങ്ങിലൂടെ ഈ പറഞ്ഞ ജ്വല്ലേഴ്സിന് വരുന്ന നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു അട്രാക്ഷൻ. കാരണം ഇതൊരു ഹെഡ്ജിങ്ങിന് വേണ്ടി തന്നെയാണ് MCX എക്സ്ചേഞ്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ബിനു നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ ഇപ്പോഴത്തെ റൂള് നമ്മൾ ഒരു പ്രൈസിന് ഒരു കൺസ്യൂമർ അത് ലോക്ക് ചെയ്തിട്ടാൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് കൊടുക്കണ്ട, എന്നാൽ താഴെയോട്ട് പോകണമെങ്കിൽ വിച്ച് എവർ ഈസ് ലോവർ അത് പേ ചെയ്താൽ മതി എന്നത്. അതായത് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഹെഡ്സ് ഐ വിൻ ടെയിൽസ് ഐ ഡോണ്ട് ലൂസ്, അതായത് എങ്ങനെ വന്നാലും കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ളതല്ല. അപ്പം ആ രീതിയിൽ വരുമ്പോൾ ജുവലറിക്ക് വരാവുന്ന ഒരു ലോസ് മിനിമൈസ് ചെയ്യാനാണ് ഈ MCX വഴി ചെയ്യുന്നതെന്ന് ബിനു നേരത്തെ പറഞ്ഞു. അത് അപ്പോൾ ബിനു പറയുന്നത് പോലെ ഒരു ഗോൾഡിന്, അതായത് ഇപ്പോൾ ഒരു ജുവലറി അവരുടെ കൺസ്യൂമറിന് വിൽക്കുന്ന ഗോൾഡ് ഈ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം വഴിയും, അല്ലാതെ പുതിയതായിട്ട് നമ്മളൊരു സ്റ്റോർ തുറക്കണമെങ്കിൽ നമ്മളൊരു ഇൻവെന്ററി അല്ലെങ്കിൽ ഒരു ഗോൾഡ് ലോൺ അല്ലെങ്കിൽ മെറ്റൽ ലോൺ എടുക്കുന്ന ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നവർക്കും
ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് MCX ഉള്ളത് എന്നുള്ളത് അതെ അല്ലേ? അതെ ആ ഒരു പ്രോഡക്റ്റ് 100% ആയിട്ട് ഒരു ഹെഡ്ജിങ് കിട്ടുമോ, അതോ ഹെഡ്ജിങ്ങിലൂടെ ലോസുകൾ മിനിമൈസ് ചെയ്യാം എന്നാണോ? എന്താണ് അതിന്റെ ആ ഒരു എക്സാക്ട് ഡിഫറൻസ്? 100% പ്രോഫിറ്റ് കിട്ടുന്നത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ്. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും 100% കിട്ടും. കാരണം ഇപ്പം ബൈ ചെയ്തിരിക്കുന്ന ഇവിടെ ഫ്യൂച്ചർ ബൈ ചെയ്തിരിക്കുന്ന താഴേക്ക് പോകാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഗുണമുള്ളത് ഇവരെ സംബന്ധിച്ച് ബിസിനസ് ലോസ് ആയിട്ട് ഇത് കാണിക്കാം. 8 കൊല്ലം വരെ ഇവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതിൻ്റെ MCX എക്സ്ചേഞ്ച് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് ജ്വല്ലറിയെ സംബന്ധിച്ച്. ഇതിപ്പോ ബിനുവിന്റെ അനുഭവത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വലിയ ഒരു എക്കോ സിസ്റ്റത്തിലാണ് ബിനു വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു വലിയൊരു ഗ്രൂപ്പ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഗ്രൂപ്പ് ഇൻ കേരള, ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ഗ്രൂപ്പായി മാറിയുള്ള ഒരു മുത്തൂറ്റ് ഗ്രൂപ്പാണ്. ആ മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ കീഴിൽ തന്നെ ഗോൾഡ് ലോൺ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് വഴി ഗോൾഡ് ലെൻഡിങ് ബിസിനസ് ഉണ്ട്. മുത്തൂറ്റ് സെക്യൂരിറ്റീസ് വഴി MCXൽ ഈ ഹെഡ്ജിങ് ടൂൾസ് ഉണ്ട്. ജുവലറികൾ ധാരാളമുള്ള ഒരു രാജ്യം കൂടെയാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനം. ഈ ജുവലറികൾ ഈ പ്രോഡക്റ്റ് ഉപയോഗപ്രദമാക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, യൂസ്ഫുൾ ആയിട്ട് അവർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടോ, അതോ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലേ? ശരിക്കും ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കുറേ, പ്രത്യേകിച്ച് ഞങ്ങൾ ഗോൾഡ് ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് തന്നെ ഞങ്ങൾ ജ്വല്ലേഴ്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അവയർനെസ്സും ഇല്ല. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം സൂരജ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാനിവിടെ അടുത്ത കൊച്ചിയിലുള്ള ഒരു ജ്വല്ലറിയെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മെയിൻ ഫോക്കസ് ജ്വല്ലറി ആണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, നിങ്ങൾ കറക്റ്റ് വേയിലാണ് പോകണമെന്ന് പറഞ്ഞു. കാരണം ഇന്നിപ്പം മനുഷ്യന് ആവശ്യമുള്ള പച്ചക്കറിയേക്കാളും കൂടുതലുള്ള ഇപ്പം ജ്വല്ലറിയാന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങളുടെ ചെയ്യുന്ന ജ്വല്ലേഴ്സ് എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജ്വല്ലറിയുടെ പേര് ഞാൻ പറയില്ല, ഒരു 55 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്ത ജ്വല്ലറി അവരുടെ അഡ്വാൻസ് ബുക്കിങ്ങിന് അഗനിസ്റ്റ് അവരുടെ ഹെഡ്ജ് ചെയ്തുകൊണ്ട് ആ ജ്വല്ലറിയെ സംബന്ധിച്ച് മിനിങ്ങാന്ന് നോക്കുമ്പോൾ 1,28 ലക്ഷം രൂപയാണ് അവരുടെ ഫ്യൂച്ചർ മാർക്കറ്റിലെ പ്രോഫിറ്റ്. ഫിസിക്കൽ മാർക്കറ്റിൽ അതേ സെയിം സ്ഥാനത്ത് ലോസുമാണ്. അപ്പോൾ അത് ഹെഡ്ജായി. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജ്വല്ലറികളെ സംബന്ധിച്ച് മുൻപോട്ട് കാരണം ഇപ്പം ഒരുപാട് ജ്വല്ലറികൾ വാനിഷായി പോകുന്നുണ്ട്. അപ്പോൾ ആ ജ്വല്ലറികൾക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്ജിങ് മെത്തേഡ് ഉണ്ടേ പറ്റുള്ളൂ. അത് അറിയാൻ പാടില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഈ MCXൽ ഈ ഹെഡ്ജിങ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് കൂടാതെ ബിനുവിൻ്റെ അഭിപ്രായത്തിൽ ഒരു ജുവലറിയെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഹെഡ്ജിങ് ടൂൾസ് ഉണ്ടോ? കാര്യം എൻ്റെ ഒരു സംശയം ഇതിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ഒരു നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഈ ഒരു ഹെഡ്ജിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സിൽവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സിൽവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സാധിക്കുമെന്നുണ്ടെങ്കിൽ പരമാവധി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. കാരണം സിൽവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ഷോപ്പുകളിലെല്ലാം ഉപയോഗിക്കുന്ന എന്താ പറയുന്നതിന് നമ്മുടെ സോളാർ സിസ്റ്റം കൂടുതലും യൂസ് ചെയ്യുന്നത് സിൽവറാണ്. മൊബൈൽ ഫോണ്, നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് പലതിനും ഇതാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള ഫ്യൂച്ചറിൽ ഒരുപക്ഷേ ഈ ഗോൾഡ് പോലെ തന്നെ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ് സിൽവർ എന്നാണ് നമ്മളൊരു കണക്കൂട്ടൽ. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇനിയിപ്പം ഈ മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള കമ്പനികൾ ഒരുപക്ഷെ ഗോൾഡ് ഫിനാൻസിങ്ങിനൊപ്പം തന്നെ സിൽവർ ഫിനാൻസിങ്ങിൽ അതിൻ്റെ ഒരു ഇതിലേക്കും കടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. കാരണം ആൾക്കാരെ സംബന്ധിച്ച് ഗോൾഡ് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗോൾഡ് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിൽവർ വാങ്ങാൻ ബുദ്ധിമുട്ടില്ല. കാരണം സിൽവർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് അഗനിസ്റ്റ് ലോൺ കൊടുക്കാനും മിക്കവാറും ഇങ്ങനെയുള്ള കമ്പനികൾ തയ്യാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിനു, ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ, അപ്പം നമ്മൾ ജുവലറിയുടെ കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞത്, അതായത് കമേഴ്സ്യൽ സൈഡ് ഓഫ് ഗോൾഡ് അല്ലേ. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡ് ഓഫ് ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിനുവിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇത്രയും നാൾ വർക്ക് ചെയ്ത കാരണം ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മുന്നിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡ് അല്ലാതെ, കാര്യം ഇപ്പോൾ ജുവലറി എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു മേക്കിംഗ് ചാർജസ് ഉണ്ട്, അതായത് കുറച്ച് ഹിഡൻ കോസ്റ്റുകൾ അതിനകത്ത് വരുന്നത്. ആ ഹിഡൻ കോസ്റ്റുകൾ കുറച്ചുകൂടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗോൾഡിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഈ ജുവലറി അല്ലാതെ എന്തൊക്കെ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? ഒരു ചെറിയ തോതിലാണെങ്കിലും ഒരു ഫുൾ ലിസ്റ്റ് അല്ലെങ്കിലും ബിനുവിന് ചെറിയ 2-3 കാര്യങ്ങളെങ്കിലും പറയാൻ പറ്റും. ഗോൾഡ് ETF ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ചെയ്യുന്നത് MCX പ്ലാറ്റ്ഫോമിലാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 1 ഗ്രാം, 8 ഗ്രാം, 10 ഗ്രാം ചെറിയ ആളുകൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിൻ്റെ അത് മേക്കിംഗ് ചാർജ് വരുന്നില്ല, ഓൺലി ബ്രോക്കറേജ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ഒപ്പം തന്നെ 100 ഗ്രാം 1 കിലോ ഇതാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് 1 ഗ്രാം വെച്ചോ 8 ഗ്രാം വെച്ചോ വാങ്ങാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം ഒരു SIP സിസ്റ്റത്തിൽ തന്നെ ഇത് വാങ്ങിയിടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിലുള്ള പൈസയ്ക്ക് ഈ പറഞ്ഞ ETF പോലെ നമുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട്.
ഓക്കെ. അപ്പോൾ ആ ടൂളുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഒരാൾക്ക് ഒരു മിനിമൽ ലോസോട് കൂടി കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് ബിനു പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ ബിനുവിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പ്രൈസ് ഓഫ് ഗോൾഡ് ഇത്രയും റണ്ണപ്പ് ചെയ്ത് പോകാനല്ല, ഇപ്പോൾ ക്രിസ് വുഡ് പോലും പറയുന്നു 76% കയറാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്? ഓഫ് കോഴ്സ് മുത്തൂറ്റ് സെക്യൂരിറ്റീസിക്ക് ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് MCS പ്രോഡക്റ്റ് ഉണ്ട്. അത് മാത്രമല്ല മുത്തൂറ്റ് ഫിനാൻസിനും ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ മുന്നിൽ കിടക്കുന്നത്? മുത്തൂറ്റ് ഫിനാൻസിന് മാത്രമല്ല, ഈ ഒരു ഗോൾഡ് ഫിനാൻസിങ് മേഖലയിലുള്ള എല്ലാ കമ്പനികൾക്കും ഇത് അനുകൂല സാഹചര്യമാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് മുമ്പ് സൂരജ് പറഞ്ഞ പോലെ മുത്തൂറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ 1.25 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ AUM ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് LTVയും കുറയും അല്ലേ? അതെ. അതുപോലെ അപ്പൊ തന്നെ ലോൺ ടു വാല്യൂ ഞാൻ മനസ്സിലാക്കിയത് താങ്കളുടെ തന്നെ കമ്പനിയുടെ ചെയർമാന്റെ 2 ദിവസം മുമ്പേ ഉള്ള ഒരു ഇന്റർവ്യൂല്, അതായത് സാധാരണ ഗവൺമെന്റ് സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന RBI സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് 100 രൂപയുടെ സ്വർണം പണയം വെക്കുകയാണെങ്കിൽ LTV, അതായത് ലോൺ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ, ലോൺ ടു വാല്യൂ എന്ന് പറയുന്നത് 75%. ഇപ്പം മുത്തൂറ്റിന്റെ 1.5 ലക്ഷം കോടി AUM ഉള്ളത് കാരണം LTV എന്ന് പറഞ്ഞാൽ 75% നിന്ന് കുറഞ്ഞ് 58% എന്നാണ് ചെയർമാൻ്റെ തന്നെ ഡിസ്ക്ലോഷർ വന്നത്. അതൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് തന്നെയാണ് എന്നുള്ള മനസ്സിലായത്. ഒന്ന് ആലോചിച്ച് നോക്കണം, സിംഗപ്പൂരും ഫിലിപ്പീൻസും എന്ന് പറഞ്ഞ രാജ്യത്തിനേക്കാളും ഗോൾഡ് റിസർവ് ഉള്ള രാജ്യമാണെന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ബിനുവിൻ്റെ അഭിപ്രായത്തിൽ ഇനി അങ്ങോട്ട് ഗോൾഡിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് കൂടും എന്ന് തന്നെയാണ് അല്ലേ? അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം വില കൂടി നിൽക്കുമ്പം സാധാരണക്കാർക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഈ SIP സിസ്റ്റത്തിൽ വാങ്ങാൻ പറ്റുവാണെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു മകളെ കെട്ടിക്കണം. കാരണം ആ കുഞ്ഞുണ്ടാകുന്ന സമയം പോലെ 1 ഗ്രാം വെച്ച് എല്ലാ മാസവും നമ്മൾ വാങ്ങി വെച്ചാൽ സാധിക്കുകയാണെങ്കിൽ, കാരണം അവർക്ക് വലിയ ബർഡൻ വരികയില്ല. തീർച്ചയായിട്ടും ആവശ്യ സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ഇന്നത്തെ കാലത്ത് മക്കളെ കല്യാണം കഴിച്ച് വിടുമ്പോൾ ഗോൾഡ് എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഗോൾഡുള്ളത് മിക്കവാറും ഇന്ത്യയിൽ തന്നെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് അല്ലേ? ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുറച്ച് മുമ്പ് സൂരജ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ചൈന കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൺസ്യൂമർ ഇന്ത്യയാണ് ആയിരിക്കും. ഗോൾഡിൽ. അതെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ UK, അതായത് ഇംഗ്ലണ്ടിൽ 310 ടൺ ഗോൾഡായിരിക്കുന്നത്. മുത്തൂറ്റിൻ്റെ കയ്യിൽ മാത്രം 210 ടൺ. അതായത് ലോകത്തിന്, അതായത് സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഗോൾഡ് ഇപ്പോൾ ഇരിപ്പുണ്ട്. അത് വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഗോൾഡിൻ്റെ അകത്ത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നല്ലൊരു അപ്രിസിയേഷൻ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഗോൾഡ്. ഓക്കെ ബിനു, ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്സ് ഇങ്ങനെയുള്ള രീതിയിൽ ന്യൂ ടെക്നോളജികൾ വരുന്നു അല്ലേ? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഗോൾഡിന് ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ടിങ്ങിനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗോൾഡിന്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം, ഈ 1 ഗ്രാം ഗോൾഡ് നമുക്ക് വേണമെങ്കിൽ വലിച്ചു നീട്ടി ഒരു വയറാക്കുകയാണെങ്കിൽ 2 കിലോമീറ്റർ വരെ പോകുന്ന ഒരു സാധനമാണ് ഗോൾഡ് എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എന്നുള്ള. അപ്പൊ ഈ ഗോൾഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ടെലിവിഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. മോസ്റ്റ് ഓഫ് യുവർ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഗോട്ട് എ സ്മോൾ പോർഷൻ ഓഫ് ഗോൾഡ് ഇൻ ഇറ്റ്. ഈവൻ മനുഷ്യന്റെ ശരീരത്തിൽ പോലും 2 ഗ്രാം ഓഫ് ഗോൾഡ് ഉണ്ടെന്ന് പറയും. ഒരു സ്റ്റഡി പറയുന്നത് എന്താ വെച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഈ ഗോൾഡ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 400 തൊട്ട് 500 കിലോ വരെ ഉണ്ടെന്നുള്ള, അതായത് ഒരു ചെറിയ കാറിന്റെ സൈസ് ഉണ്ടെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ന്യൂ ടെക്നോളജിയിൽ ഗോൾഡും സിൽവർ കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ മെറ്റലാണ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഗോൾഡ് കൂടാതെ തന്നെ സിൽവറിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ഒരുപാട് മാർക്കറ്റിലേക്ക് വരുമോ? അതിന് വേണ്ടിയിട്ട് മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, എസ്പെഷ്യലി മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് മുത്തൂറ്റ് സെക്യൂരിറ്റീസ് എന്തെങ്കിലും അവയർനെസ് പ്രോഗ്രാം ജനങ്ങളിലേക്ക് വരുമോ? കാര്യം പറഞ്ഞത് ശരിയാണ്, കാര്യം സിൽവറിന്റെ റെലവൻസ് എക്കണോമിയിൽ കൂടുതൽ വരും. അതിന് വേണ്ടിയിട്ട് മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സൂരജ് ചോദിച്ചതിന് എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. കാരണം മുത്തൂറ്റ് ഫിനാൻസിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ഇല്ല. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് മുത്തൂറ്റ് സെക്യൂരിറ്റീസ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പറ്റുന്നത്. അത് മുത്തൂറ്റ് ഫിനാൻസിന്റെ ടോപ്പ് അതോറിറ്റിയുടെ അവരുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. റൈറ്റ്. അപ്പൊ എന്നാലും ബിനുവിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സിൽവർ ഒരു പ്രോഡക്റ്റായി മാറാം അല്ലെ? കൂടുതൽ ഹെഡ്ലൈൻസ് സിൽവറിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആളുകളെ സംബന്ധിച്ച് ഗോൾഡ് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ സിൽവർ വാങ്ങി വെക്കാം. അപ്പം അതിന് കാരണം ഇപ്പം ഏതാണ്ട് 1 കിലോ ഗോൾഡിന് അല്ല 1 കിലോ സിൽവറിന് 1,36,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്ഥാനത്ത് 10 ഗ്രാം ഗോൾഡിന് 1,13,000 രൂപയോളം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങാൻ കുറച്ചും കൂടെ എളുപ്പം ഇതാണ്. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും കൂടുതൽ യൂസേജ് വരുമ്പോഴത്തേനും സിൽവറിൻ്റെ അകത്ത് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ബിനു ജോസഫിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ഗോൾഡ് മാത്രമല്ല സിൽവറും കൂടി ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് വെറുതെ തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പറയുന്ന ഒരു ഔട്ട്കം. ഞാൻ പക്ഷേ ബിനു ജോസഫിനെ പോലെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് അനലിസ്റ്റിന് എൻ്റെ മുന്നിൽ കിട്ടുമ്പോൾ എന്ത് ഡെസിഗ്നേഷനോ താങ്കൾക്കായിക്കോട്ടെ, പക്ഷേ റിസർച്ചിന്റെ കാര്യത്തിൽ ഒരു അഗ്രഗണ്യനാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മളെ എല്ലാവരും എന്താ പറയുക ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലും കുറച്ചെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ബിനുവിനോട് ചോദിച്ചില്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അതായത് ഒരു നേരായ ഏർപ്പാടല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ബിനുവിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ആഗോള വിപണികളുടെ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ താരിഫ് അത് ഇന്ത്യൻ വിപണികൾക്കെല്ലാം തിരിച്ചറിയാം. അത് തന്നെയല്ല ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് ഫോറിൻ ഫണ്ടുകൾ കൂടുതലായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുക. ഇന്നും മാർക്കറ്റ് ഡൗണാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു മാസം സെപ്റ്റംബറിൽ മാത്രം 24,454 കോടി രൂപയുടെ ഓഹരികളാണ് FIS വിറ്റിരിക്കുന്നത്. തന്നെയുമല്ല കഴിഞ്ഞ 3 മാസത്തെ കണക്ക് നോക്കിയാൽ 1,19,000 കോടി രൂപയുടെ ഓഹരികൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് മോഡിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു റിക്കവറി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം 29-ാം തീയതി എനിക്ക് RBIയുടെ പോളിസി ഇത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ അത് ഷോർട്ട് ടൈമാണ്. പക്ഷേ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് പുതിയ ഉയരങ്ങൾ കീഴടക്കി പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം ഇന്ത്യൻ എക്കോണമി പ്രത്യേകിച്ച് ലോകത്തിലെ 5ാമത്തെ എക്കോണമി ആയിട്ട് മാറിക്കഴിഞ്ഞു. അടുത്തൊരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ എക്കോണമി ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യത. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്യാം ലോങ് ടൈമിലേക്ക്. ഇപ്പോൾ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന എന്നാ പറയുന്നത് സർക്കാർ ന്യൂസുകളെ ബേസ് ഉണ്ടാകുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സമയം നല്ല അഭികാമ്യമായിട്ടുള്ള സമയമാണ്. ബിനു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഗോൾഡിന്റെ കാര്യം പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഗോൾഡ് ഇത്രയും കയറാൻ നമ്മൾ പറഞ്ഞു 2025 മാത്രം 46% അപ്രീസിയേഷനാണ് ഗോൾഡ് തന്നതെന്നും കൂടെ പറഞ്ഞു. ഈ സെൻട്രൽ ബാങ്ക്സിന്റെ ബൈയിങ് ആണോ? അതായത് ഒരു കൺസ്യൂമറിനെ കാട്ടിലും സെൻട്രൽ ബാങ്കിന്റെ ബൈയിങ്, എക്സ്പെഷ്യലി ചില സോഴ്സുകൾ അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് ചൈന ഒരുപാട് വാങ്ങിച്ച് കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബിനുവിന്റെ എക്സ്പീരിയൻസിലും ബിനുവിന്റെ വിസ്ഡവും അനുസരിച്ച് ഈ സെൻട്രൽ ബാങ്കിന്റെ ബൈ എക്സ്പെഷ്യലി ചൈനയുടെ പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ ഒരു സവിശേഷത ഗോൾഡ് മാർക്കറ്റിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കുകളുടെ ബൈങ് ഞാൻ പറഞ്ഞായിരുന്നു. ഡോളറിൽ നിന്നും റിസർവ് മാറ്റി ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയും ഫ്രാൻസും എല്ലാം ഗോൾഡ് പരമാവധി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ചൈന 36,000 കോടി രൂപയുടെ അങ്ങനെ എന്തൊരു കണക്കാണ് ഞാൻ കേട്ടത്. അങ്ങനെ എന്തൊരു വലിയൊരു എമൗണ്ടിൻ്റെ ഗോൾഡ് ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഫ്രാൻസ് അടുത്തായിട്ട് വാങ്ങാൻ തീരുമാനിച്ചു. മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഈ റിസർവ് ഡോളറിൽ നിന്ന് മാറ്റി ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതൊരു കാര്യം തന്നെയാണ്. പിന്നെ ഗോൾഡ് മൈനിങ് കമ്പനികൾക്ക് അവരുടെ പേയ്മെൻറ്റ് ചാർജസ് കൂടിക്കഴിഞ്ഞു. കാരണം അതിൻ്റെ സിസ്റ്റത്തിൽ അവർക്ക് ഒരുപാട് എക്സ്പെൻസ് വരാനാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഗോൾഡിൻ്റെ വില ഒരുപാട് താഴേക്ക് പോയാൽ ടെക്നിക്കൽ ലെവലിൽ കുറച്ചൊക്കെ താഴേക്ക് വന്നേക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും വീണ്ടും പുതിയ ഉയരങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് മുൻപിൽ കാണുന്നത്. ബിനു, നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. നമുക്കറിയാം ഇപ്പോൾ ട്രംപിൻ്റെ ടാരിഫ് ഒരുപാട് രാജ്യങ്ങളെ എഫക്റ്റ് ചെയ്തു അല്ലേ? നമുക്ക് ഇന്ത്യക്ക് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾക്ക് എഫക്റ്റ് ചെയ്തു. ഒരു കാര്യം സത്യമാണ്, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വന്നത് ചൈനയ്ക്കും ഇന്ത്യയുമാണ്. ഒരു പക്ഷേ ബ്രിക് നേഷൻസ് ആയതുകൊണ്ടായിരിക്കാം ചൈനയോടും ഇന്ത്യയോടും ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് US അഡ്മിനിസ്ട്രേഷൻ പെരുമാറുന്നത്. അതുമാത്രമല്ല ചൈനയും ഇന്ത്യയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ മേടിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളെ പിൻ പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ടർക്കിയാണ്. അതുമാത്രമല്ല യൂറോപ്യൻ യൂണിയനും LNG പോലത്തെ എനർജി നീഡ്സിന് റഷ്യയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ടർക്കിയോടോ യൂറോപ്യൻ യൂണിയനോടോ കാണിക്കാത്ത വിവേചനമാണ് ചൈനയോടും ഇന്ത്യയോടും കാണിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഇന്ത്യക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ചൈനയുടെ അത്ര വലിപ്പമായി ഇന്ത്യ ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ബട്ട് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അത് US ആയാലും ചൈന ആയാലും ഓസ്ട്രേലിയ ആയാലും ജപ്പാൻ ആണെങ്കിലും പല രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് പുതിയ പുതിയ ഹൈ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം, ഞാൻ വീണ്ടും ആ വേർഡ് സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഇത്രയും അണ്ടർ പെർഫോമൻസ് വന്നേക്കുന്നത്. എന്തായിരിക്കാം ഇന്ത്യക്ക് ഈ കിട്ടിയ ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു കറക്ഷൻ? നമ്മൾ നോക്കിയാൽ പല വേൾഡ് മാർക്കറ്റുകളും താഴെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് പുതിയ ഉയരങ്ങൾ കീഴടക്കി മുന്നോട്ട് പോയതാണ് അല്ലേ?
അങ്ങനെ ഉയരങ്ങൾ കീഴടക്കി മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തൊരു കറക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനിടയ്ക്കാണ് ട്രംപിൻ്റെ ഈ താരിഫ് വാറും കൂടെ വരുന്നത്. ഇതെല്ലാം കൂടെ വന്നപ്പോൾ അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് താൽക്കാലികം, ഷോർട്ട് ടൈമിലേക്കുള്ളേ ഉള്ളൂ. ലോങ് ടൈം മാർക്കറ്റ് വീണ്ടും പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താൽക്കാലികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകൾ നിൽപ്പുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ കുറഞ്ഞു അല്ലേ? വീണ്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാം. നമ്മുടെ GDP-യിലും അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ലോങ് ടൈമിലേക്ക് ഞാൻ പറയും മാർക്കറ്റ് കയറാനുള്ള സാധ്യതയുള്ളൂ. ഷോർട്ട് ടൈമിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നം അത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. കാരണം താൽക്കാലികമായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞു FIs അതുപോലെ വിറ്റടിച്ചു. പിന്നെ FIസിനെ സംബന്ധിച്ചും അവർ കുറച്ച് സേഫ് സോണിൽ നിൽക്കും. അതിനുശേഷം വീണ്ടും അവർ പർച്ചേസിലേക്ക് തിരിച്ചു വരും. അപ്പം അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോഴത്തെ നമ്മൾ നോക്കണ്ട, ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ളത് ആ ഒരു ഇത് നോക്കണ്ട. അല്ലാണ്ട് വേറെ ഇതിൻ്റെ അകത്ത് വലിയൊരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതെല്ലാം കാരണം സൂര്യനറിയാം മാർക്കറ്റ് അങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ടല്ലേ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് സോണിലേക്ക് വരാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യവും ഇന്ത്യ തന്നെയാണ്. ഏറ്റവും പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് അല്ലേ. അപ്പോൾ തന്നെ അങ്ങനെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നാളെ അല്ലെ വരും ദിവസങ്ങളിൽ ഇന്ത്യ ആയിരിക്കും അടുത്തൊരു പുതിയ മൂവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കുതിപ്പ് ഉള്ള സാധ്യത ഇന്ത്യയാണ്. കാരണം പുതിയ FI ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അപ്പം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ മറന്നേക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ദിസ് ടു ഷാൽ പാസ് എന്നാണ് ബിനു ജോസഫും പറയുന്നത് അല്ലേ. ബിനു ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ ബിനുവിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചത്. കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ എന്ന് പറയും പോലെ ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് നമ്മൾ കണ്ട പ്രത്യേകത ഒരുപാട് ന്യൂ ഇൻവെസ്റ്റേഴ്സ് സിസ്റ്റത്തിലേക്ക് വന്നു. അതുമാത്രമല്ല ആ ന്യൂ ഇൻവെസ്റ്ററിലെ ഭൂരിഭാഗം ആൾക്കാരും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് പോയത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആറ്റിറ്റ്യൂഡോടുകൂടി ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അടുത്ത കാലത്ത് തന്നെ. മാർക്കറ്റ് ഒന്നത് വേണ്ട രീതിയിൽ ഫേവറബിൾ അല്ല. രണ്ടാമത് സെബിയുടെ റെഗുലേഷൻസിനും അനുകൂലമായിട്ട് വരുന്നില്ല. സെബിയുടെ ഒരു സ്റ്റഡി തന്നെ പറയുന്നത് 10 പേരിൽ 9 പേർക്കും F&Oയിൽ നഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള പുതിയ ട്രേഡേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ കോൺഫിഡൻസ് നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ന്യൂ കമേഴ്സിന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ബ്രാൻഡ് നെയിം ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ലിസ്റ്റഡ് ബ്രോക്കിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് ബിനു ജോസ് എന്ന് പറയുന്നത്. ബിനു ജോസഫിന് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിസ്ഡം ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സൈക്കിൾസിൽ കൂടെ പാസ് ചെയ്ത് പോയതാണ്. ബെയർ മാർക്കറ്റും കണ്ടിട്ടുണ്ട്, ബുൾ മാർക്കറ്റും കണ്ടിട്ടുണ്ട്. ഇതിനേക്കാട്ടിലും വലിയ വലിയ സിറ്റുവേഷൻസും ഫേസ് ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ എന്ന രീതിയിലും കമ്പനി എന്നുള്ള രീതിയിലും. ആ ബിനു ജോസഫിന് പുതിയ ഇൻവെസ്റ്റേഴ്സിന് യങ്സ്റ്റേഴ്സിനോട് പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡിന് വന്നവരോട് കൊടുക്കാനുള്ള മെസ്സേജ് എന്തായിരിക്കും? ഇതായിരിക്കട്ടെ നമ്മുടെ ലാസ്റ്റ് ചോദ്യം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൂര്യ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ഏതാണ്ട് 14 കോടിയോളം മൊത്തത്തിൽ എനിക്ക് ഇന്ത്യയിൽ മൊത്തം ഒരു 14-15 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ട് ആയി കഴിഞ്ഞു. പക്ഷേ യങ്സ്റ്റേഴ്സിന് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള അവയർനെസ് കുറവാണ്. കാരണം ഈ ഓപ്ഷൻ ട്രേഡിങ് അല്ലെ F&O ട്രേഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാതെ നമ്മൾ കയറി ചെയ്യാതെ. ഞാനൊരു പാലാക്കാരനാണ്, അതുകൊണ്ട് തന്നെ പറയാം, പാലായിൽ ഞങ്ങൾ റബ്ബർ നടും, അറിയാൻ പോലെ. റബ്ബർ നട്ട് കഴിഞ്ഞാൽ 7 കൊല്ലം ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇത് ടാപ്പ് ചെയ്യാനായിട്ട്. ആ ഒരു ക്ഷമ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങും F&O ട്രേഡിങ്ങും എന്താണെന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഹെഡ്ജിങ് പ്ലാറ്റ്ഫോമുകളാണ്. അതിന് പകരം ബ്ലൈൻഡായിട്ട് ഓപ്പണായിട്ട് ട്രേഡ് ചെയ്യാതെ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിലേക്ക് മാറിപ്പോകണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് കമ്പനികൾ കാരണമാണ് ഇത്രയും 90% F&O ക്ലയൻസിന് ലോസ് വന്നിരിക്കുന്നത്. ആ ലോസിന് പകരം ഞാൻ പറയാം ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിലേക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേൺ ഫ്യൂച്ചറിൽ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും. താൽക്കാലം മറ്റേന്ന് പറയുമ്പോൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻട്രാഡേ ട്രേഡിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ F&O ട്രേഡിംഗ് എന്ന് പറയുന്നതിനും അതിൻ്റെ അകത്തൊരു എന്താ പറയുന്നത് കിട്ടാൻ പോകാം, ഒരു ലോട്ടറി എടുക്കുന്ന സിസ്റ്റമാണ്. അതിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് പോകാൻ ഒരുപാട് സ്റ്റോക്കിന് നമുക്ക് കാണാൻ പറ്റും. ലോങ് ടൈമിൽ ധാരാളം റിട്ടേൺ ഉണ്ടാക്കിയ സ്റ്റോക്കിന് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് കണ്ടുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിലേക്ക് മാറണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതുതന്നെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന ആളുകളുമായിട്ടും ചോദിച്ച് അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അല്ലാതെ ഒരിക്കലും വരുന്ന പടി ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കും F&O ട്രേഡിങ്ങിലേക്കും പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബ്രോക്കേഴ്സിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഗുണമുണ്ട്, ബ്രോക്കർ കിട്ടും. പക്ഷേ അതല്ല ശരിക്കും അത് ക്ലയൻസിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു 70-80% നഷ്ടം വരുന്നത്. അതിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിലേക്ക് മാറുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. അതിനെപ്പറ്റി പഠിക്കേണ്ട കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ സമയത്ത് നമുക്കറിയാം എല്ലാം സിംഗിൾ പോയിന്റിലുണ്ട് അല്ലേ. ഗൂഗിളിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ സ്റ്റോക്കിനെ പറ്റിയൊക്കെ പഠിക്കാൻ ഇപ്പം നമുക്കറിയാം. ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കമ്പനിയെ പറ്റി നമ്മൾ പ്രത്യേകം നോക്കുക. ആ കമ്പനി എങ്ങനെയാണ് പ്രോഫിറ്റിൽ ഓടുന്ന കമ്പനിയാണോ, ആ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണോ, ഇവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി റൈറ്റ് ഇഷ്യൂ കൊടുക്കാറുണ്ടോ, ബോണസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫണ്ടമെൻ്റലി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊമോട്ടേഴ്സ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ
ഏറ്റവും കൂടുതൽ കയ്യിരിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഇത് മുഴുവൻ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റോക്ക് പോയി വാങ്ങരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി മാത്രമേ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പ്രേക്ഷകർ അറിവിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ബിനു ജോസഫും പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആവുക, ഒരു ട്രേഡിംഗ് മെൻറ്റാലിറ്റിയോടെ വരാതിരിക്കുക, അധികം ഈ F&Oയിൽ കളിക്കുക എന്നുള്ള വർത്താനം മാറ്റി ഞാനൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റർ ആണ് എന്നുള്ള സ്റ്റേറ്റസിലേക്ക് മാറുക. താങ്ക് യു വെരി മച്ച് ബിനു ജോസഫ് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. താങ്ക് യു. പ്രേക്ഷകർ അറിവിലേക്ക് പുതിയൊരു ഗസ്റ്റുമായി സ്മാർട്ട് ഇൻവെസ്റ്ററിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.